ഹലോ ഗൈസ്, നല്ല നാടൻ കണ്ണിമാങ്ങ അച്ചാറിൻ്റെ വീഡിയോ ആണ്. നമുക്കിത് കണ്ടാലോ? നാട്ടിൽ നിന്ന് കണ്ണിമാങ്ങ അച്ചാർ ഇട്ട് കൊണ്ടുവരാൻ സാധിക്കാഞ്ഞതുകൊണ്ട് കണ്ണിമാങ്ങ ഉപ്പിലിട്ട് അമ്മ തന്നു വിട്ടതാണ് കേട്ടോ. അതിവിടെ വന്ന് നല്ല രീതിയിൽ ഷ്രിങ്കായിട്ടുണ്ട് കണ്ടോ. ഉപ്പെല്ലാം പിടിച്ച് നന്നായിട്ട് ചുളുങ്ങി ഈ പരുവത്തിലാകുമ്പോഴാണ് നമ്മൾ കണ്ണിമാങ്ങ അച്ചാർ ഇടേണ്ടത്. ആദ്യമായിട്ട് ഇടുന്നൊരു ട്രൈ ആണ് കേട്ടോ. കണ്ണിമാങ്ങ അച്ചാർ ഇടുന്നതിനെക്കുറിച്ച് രൂപമൊന്നുമില്ല, പക്ഷെ നമുക്ക് എന്തായാലും ട്രൈ ചെയ്യണമല്ലോ. കണ്ണിമാങ്ങ അച്ചാർ കഴിക്കണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. നാട്ടിൽ നിന്ന് പാക്കറ്റിലുള്ളതല്ല, നമ്മൾ വീട്ടിലുണ്ടാക്കിയത്. അതിനുള്ള ടൈം കുറവായിരുന്നു. ആദ്യം തന്നെ ഉലുവയും കടുകും കൂടെ കുറച്ചിങ്ങനെ പൊടിച്ച് വെക്കണം കേട്ടോ. മിക്സിയിൽ പൊടിച്ച് വെച്ചതിന് ശേഷം നമ്മൾ കണ്ണിമാങ്ങയുടെ വെള്ളം എല്ലാം ഇങ്ങനെ ഊറ്റിയെടുത്ത് വെക്കണം, കളയരുത്. എന്നിട്ട് കണ്ണിമാങ്ങ സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. സെപ്പറേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ കടുകും ഇഞ്ചിയും അങ്ങനെയൊന്നും പൊട്ടിക്കുകയൊന്നും വേണ്ട ഇതിലേക്ക് കേട്ടോ. നമ്മൾ അമ്മയെ വിളിച്ച് ചോദിച്ച് നെറ്റിലൊക്കെ നോക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ എണ്ണയ്ക്കകത്തേക്ക് നമ്മൾ കടുകെണ്ണയോ അങ്ങനെ എണ്ണയ്ക്കകത്തേക്ക് നമ്മൾ അതിന് വേണ്ട മുളക് പൊടി, ആവശ്യമായ ഉപ്പും മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ചേർത്ത് ചെറിയ തീയിൽ കരിഞ്ഞു പോകാതെ വാട്ടിയെടുക്കണം കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് വാടി വരുമ്പോഴേക്കും അതിനകത്തേക്ക് നമ്മൾ ഈ പൊടിച്ച ഉലുവയും കടുകും കൂടെ ചേർത്ത് ചെറിയ തീയിൽ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ നല്ല ബ്രൗൺ ഷെയ്ഡ് വരുന്നിടം വരെ നമ്മളിങ്ങനെ വാട്ടിയെടുക്കണം. വാട്ടിയെടുത്തിട്ട് നമ്മൾ കണ്ണിമാങ്ങ അതിനകത്തേക്ക് ഇട്ട് ആ വെള്ളം കളയരുത് കേട്ടോ. ആ വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ചെറിയ തീയിൽ തന്നെ വെച്ചിത് നമ്മൾ വറ്റിച്ചെടുക്കണം കേട്ടോ. ഒരുപാട് വറ്റിച്ചെടുക്കണമെന്നില്ല. ആ വെള്ളം ഒട്ടും കളയാതെ അതിലേക്ക് ഒഴിക്കണം. കാരണം അതിൻ്റെ ടേസ്റ്റ് ആണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ കണ്ണിമാങ്ങ അച്ചാറിൻ്റെ പരിപാടി ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. സത്യം പറയാമല്ലോ, ട്രൈ ആണെങ്കിൽ അത് നമുക്ക് യൂസ്ഫുള്ളായി. അധികം ക്വാണ്ടിറ്റി ഇല്ലായിരുന്നു, എന്നാലും ഉള്ളത് നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. കണ്ണിമാങ്ങ ഇത്രയും വലിപ്പമില്ല, ഇത് സൂം ചെയ്തിട്ടാണ് ഇത്രയും വലിപ്പത്തിൽ തോന്നുന്നത്. അത് നന്നായിട്ട് വറ്റി വരണ്ട് വന്നപ്പോൾ നല്ല അടിപൊളി കണ്ണിമാങ്ങ റെഡിയായി. നമുക്കിത് ഒരൊറ്റ കണ്ണിമാങ്ങയും കുറച്ച് ചാറും ഉണ്ടെങ്കിൽ നമുക്കൊരു പ്ലേറ്റ് ചോറ് കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ ആഗ്രഹപ്രകാരം ഇട്ടതാണ് കണ്ണിമാങ്ങ. അപ്പം നമുക്ക് നെക്സ്റ്റ് ടൈമും കണ്ണിമാങ്ങയൊക്കെ ഇങ്ങനെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ 1 മാസം 2 മാസം വെച്ച് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇങ്ങനെ പ്രിപ്പയർ ചെയ്തെടുക്കാം കേട്ടോ. എത്രത്തോളം അത് ഉപ്പെല്ലാം പിടിക്കുന്ന അത്രത്തോളം ടേസ്റ്റി ആയിരിക്കും. അതിപ്പോഴും നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞ് ആ സമയത്തൊക്കെ നമുക്ക് ഒത്തിരി യൂസ്ഫുള്ളായി. നമ്മൾ ആ ഒരു ഉദ്ദേശത്തിൽ കൊണ്ടുവന്നായിരുന്നു ഇത്. എന്നാണെങ്കിലും അടിപൊളിയായിരുന്നു. ബാക്കി അച്ചാറുകൾ പോലെയല്ല, എന്തോ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഉപ്പിലൊക്കെ കിടന്ന് ആ കണ്ണിമാങ്ങ അത് ഞെരടി ചോറിനകത്തിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീല് തന്നെയാണ്. അപ്പം ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ് കണ്ടോ. നല്ല കുറുകി പറ്റിയ കണ്ണിമാങ്ങ അച്ചാർ സൂപ്പർ കോമ്പിനേഷനാണ് ചോറിൻ്റെ കൂടെ കഞ്ഞിയുടെ കൂടെ.